ഹായ് ഹലോ. അപ്പോൾ ഞാനിന്ന് 2 ദിവസം കൊണ്ട് ടിപ്സ് ഇടുന്നില്ല. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം സമയം സൺഡേ ആണല്ലോ, അപ്പം വൈകുന്നേരമായി. അപ്പോൾ ഞാനിന്ന് 2 നല്ല ഒരു ടിപ്സും പിന്നെ 1-2 കാര്യങ്ങളും കൂടി പറയാനായിട്ടാണ് വന്നത്. ടിപ്സ് എന്താണെന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ട് ഞാൻ ഇതിന് മുന്നേ ഈ ഒരു ടിപ്സ് ഇതുപോലൊരു ടിപ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് കാണുമ്പോഴൊക്കെ ചോദിക്കും, എന്നെ കാണുമ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, മുരിച്ചിൽ വരുന്ന ഈ ശരീരത്തൊക്കെ മുരിച്ചിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. മുരിച്ചിൽ വരുന്നതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. കൊച്ചു കുട്ടികൾക്കൊക്കെ കാല് മുരിച്ചിൽ, കയ്യിലൊക്കെ മുരിച്ചിൽ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ അതിന് നല്ലൊരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടത് നമ്മുടെ ഗ്ലിസറിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ഗ്ലിസറിനും പനിനീരും തുല്യ അളവിലെടുക്കുക. രണ്ടും തുല്യ അളവിൽ യോജിപ്പിച്ച് അതിലേക്ക് അലോവെറ ജെല്ല്, ഗ്ലിസറിൻ പനിനീര് ഇടുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ കൂട്ടത്തിൽ അലോവെറ ജെല്ല് കൂടി ആഡ് ചെയ്ത് നമ്മുടെ പെട്രോളിയം ജെല്ലി എന്ന് പറയും. പെട്രോളിയം ജെല്ലി എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അത് നമുക്ക് വേണമെങ്കിൽ കാലിൽ അല്ലാതെ ഇട്ട് കൊടുക്കാം, മുരിച്ചിലുള്ള ഭാഗത്ത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ 4 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് എന്ത് ചെയ്യണം, മിക്സ് ചെയ്യണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുളിക്കുന്നതിന് ഒരു 20 മിനിറ്റ് മുന്നേ നമ്മുടെ ശരീരത്തിൽ തേക്കുക. അപ്പോൾ അങ്ങനെ തേച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചർമ്മത്തിന് ഒരു മൃദുലതയും ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ മുരിച്ചിൽ മാറി കിട്ടുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ സോപ്പിന് പകരം കടലമാവോ അല്ലെങ്കിൽ പയറുപൊടിയോ തേച്ച് കഴുകിക്കളയുക. കാരണം എന്ന് വെച്ചാൽ സോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല. ആ സമയത്ത് കടലമാവ് അല്ലെങ്കിൽ പയറുപൊടി യൂസ് ചെയ്ത് ഇത് കഴുകിക്കളയുക. വളരെ നല്ല റിസൾട്ടാണ്. കൂട്ടുകാർക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു 2-3 പ്രാവശ്യം അടുപ്പിച്ച് ഒരാഴ്ചയോളം, 3 ദിവസമല്ല ഒരാഴ്ചയോളം അടുപ്പിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കുക. എന്നാലും ഒരു 3 ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റം അറിയാം. കൂട്ടുകാരതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ പനിനീരും രക്തചന്ദനവും കൊണ്ട് നമുക്ക് മുഖക്കുരു വരുന്ന ആൾക്കാർക്ക് പാട് മാറാൻ വേണ്ടി പനിനീരും രക്തചന്ദനവും കൂടി കുഴച്ചതിന് ശേഷം അത് നമ്മുടെ മുഖത്തിട്ട് കൊടുത്താൽ വളരെ നല്ല റിസൾട്ടാണ്. ചിലർ റോസ് വാട്ടർ യൂസ് ചെയ്യാറുണ്ട്. ഇത് രണ്ട് ഇതാണ്. പനിനീരാണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റായിട്ടുള്ളത്. ഒരേ കണ്ടൻ്റാണ് ഇതിലെങ്കിലും കുറച്ചുകൂടെ നല്ലത് പനിനീരും ചേർത്ത് ഈ രക്തചന്ദനത്തിൽ ഒഴിച്ച് കുഴച്ച ശേഷം മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയുക. ഇതുകൂടി നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ 2 ടിപ്സ് നിങ്ങൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയ ശേഷം ലൈക്കും കമൻറ്റും ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. കൂട്ടുകാരെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. കൂട്ടുകാരത് ഒന്ന് ട്രൈ ചെയ്യുക. നാളെ പുതിയ വീഡിയോ കാണാം. ടാറ്റ.